വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിക്കും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കോൺക്ലേവിൽ പങ്കെടുക്കും. 2020 ശേഷമുള്ള വിദേശകാര്യമന്ത്രിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, 5 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ചൈന സന്ദർശനം, അതിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. തീർച്ചയായിട്ടും അനുജ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈന സന്ദർശിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിക്കാനായി ഒരുങ്ങുന്നത്. ഈ മാസം 13-ന് ചൈനയിലേക്ക് പുറപ്പെടും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. 14-15 തീയതികളിലാണ് ഈ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കോൺക്ലേവ് നടക്കുന്നത്. ഇതിലായിരിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുക. പക്ഷേ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിന് മുൻപായി ബെയ്ജിങ്ങിൽ വച്ച ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും 2020 ശേഷം ഗാൽവൻ താഴ്വരയിലെ ആ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിക്കാനായി ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയും ഇന്ത്യ സന്ദർശിക്കും എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ആ സന്ദർശനം ഈ മാസം തന്നെ കാണും. നിലവിൽ ചൈനയുമായി അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളിൽ അയവുണ്ടാവുകയും അവിടുത്തെ സൈനിക പിന്മാറ്റം ഉൾപ്പെടെ ധാരണയിലെത്തി പിന്മാറുകയും ചെയ്തിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രി നേരത്തെ സന്ദർശിക്കുകയും ഇന്ത്യയുടെ നയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടി ചൈന സന്ദർശിക്കാനായി ഒരുങ്ങുകയാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് 5 വർഷത്തിന് ശേഷം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിക്കുന്നത്.